ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് നോക്കാവേ. അപ്പോൾ ഇതിനു വേണ്ടി കടല ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ വൻപയറും കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കറി ഉണ്ടാക്കാൻ എടുത്തതിൻ്റെ ബാക്കി ഞാൻ എടുത്ത് വെച്ചതാണ്. ഇത് കടല മാത്രമായിട്ടും വൻപയർ മാത്രമായിട്ടും ഉണ്ടാക്കാം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരെ ഒന്ന് പറയണേ, അല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ വൻപയറും കടലയും ഞാൻ ഇന്നലെ തന്നെ കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഇതാ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറും കടലയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഭയങ്കരമായിട്ട് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ട് മതി. രണ്ടും രണ്ടായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാൻ ഇന്നിതിലേക്ക് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കടലയും വൻപയറും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. കൈകൊണ്ട് തന്നെ യോജിപ്പിക്കണം, എന്നാലേ അത് നല്ല രീതിയിൽ മിക്സായി കിട്ടുള്ളൂ. ഞാനെടുത്ത പ്ലേറ്റ് കുറച്ച് ചെറുതായിരുന്നതുകൊണ്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും ചേർക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ ആദ്യം ഇത് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ച് നോക്കി, പിന്നീട് കൈ ഉപയോഗിച്ച് കുഴയ്ക്കുന്നുണ്ട്. കാരണം സവാള എന്നാലല്ലേ അതുമായിട്ട് മിക്സ് ആവുള്ളൂ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് ഇതിൻ്റെ കൂടെ ചേർക്കാവേ, ഞാനിതിൽ ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് ഒരു പരിപ്പ് വടയുടെ രൂപത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് കടലമാവ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ അത് പൊട്ടാതെ കിട്ടും. ആവശ്യത്തിന് കടലമാവും കൂടി ഇട്ടിട്ട്, ഒരുപാട് ഇടണ്ട, കുറച്ച് കടലമാവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് പരിപ്പ് വട പോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പരിപ്പ് വട അല്ല എന്ന് ആരും പറയില്ല കേട്ടോ, പരിപ്പ് വട പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനു മുൻപ് വൻപയർ മാത്രം കൊണ്ടും കടല മാത്രം കൊണ്ടുമാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ, പരിപ്പ് വട പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ഉണ്ടാക്കി കഴിയുന്നതിന് മുൻപ് തന്നെ മക്കൾ വന്നത് തീർക്കുന്നുണ്ട്. നമ്മൾ കറി വെക്കാനായിട്ട് വൻപയറോ കടലയോ ഒക്കെ വെള്ളത്തിലിടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട്, ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തു വിടാനോ ഒക്കെ പറ്റും. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണാവേ. താങ്ക്